Welcome to Challenger App. എൻ്റെ പേര് ആൽഫിയ. നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. പാർട്സ് ഓഫ് സ്പീച്ചിൽ നമ്മൾ മൂന്നാമത്തെ പാർട്ടായിട്ടുള്ള വേർബ്സിലോട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് വേർബ്സ് എന്നും ഏതൊക്കെയാണ് അതിന്റെ ടൈപ്സ് എന്നും നമുക്ക് പഠിക്കാം. അപ്പോൾ എന്താണ് വേർബ്? പണ്ട് നമ്മൾ കൊച്ചു ക്ലാസ്സിലെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ഡൂയിങ് വേർഡ്സ് അല്ലെങ്കിൽ ആക്ഷൻ വേർഡ്സ് ആണ് വേർബ്സ് എന്ന്. അപ്പോൾ വേർബ് എന്താണ്? വേർബ് ഇസ് എ വേർഡ് ദാറ്റ് ഇസ് യൂസ്ഡ് ടു എക്സ്പ്രസ് എ സ്റ്റേറ്റ് ഓർ ആൻ ആക്ഷൻ. ഒരു സ്റ്റേറ്റോ ഒരു അവസ്ഥയോ അല്ലെങ്കിൽ ഒരു ആക്ഷനെയോ പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? വേർബ് യൂസ് ചെയ്യുന്നത്. ഹെൻസ് ഇറ്റ് ഈസ് ഓൾസോ കൺസിഡേർഡ് എ ഡൂയിങ് വേർഡ്. അപ്പം എന്താണ്? ഡൂയിങ് വേർഡ്സ് ആർ കോൾഡ് വേർബ്സ്. അപ്പം ഒരു അവസ്ഥയെയോ അല്ലെങ്കിൽ ഒരു ആക്ഷനെയോ പ്രതിപാദിക്കുന്ന എല്ലാ എക്സ്പ്രസ് ചെയ്യുന്ന എല്ലാ വേർഡ്സിനെയും എന്ന് പറയും വേർബ്സ് എന്ന് പറയും. അപ്പോൾ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഹി സ്പോക്ക് ദ ട്രൂത്ത്. ഹി എൻജോയ്സ് ഗുഡ് ഹെൽത്ത്. He burnt with shame. See, അവിടെ spoke, enjoys, burnt ഇതെല്ലാം എന്താണ്? വേർബ്സ് ആണ്. അപ്പൊ നമുക്ക് വേർബ്സിന് ഇനി കുറച്ചും കൂടെ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം സെന്റൻസസിനകത്ത്. ജോൺ വിസിറ്റഡ് ഹിസ് ഫ്രണ്ട്. ജോൺ അവന്റെ ഫ്രണ്ടിനെ കാണാനായിട്ട് പോയി. വിസിറ്റ് ചെയ്തു. അതാണ് അവിടെ ചെയ്തു. വിസിറ്റ് ചെയ്തു. സോ ഇറ്റ് ഇസ് എ വേർബ് ഹിയർ. ദ ഡോഗ് റാൻ അക്രോസ് ദ യാർഡ്. ഡോഗ് എന്ത് ചെയ്തു? ഓടി. ഓടുക എന്താണ്? അവിടുത്തെ വേർബാണ്. She left in a hurry. She left. അവൾ പോയി. She yelled when she hit her toe. കാലിന്റെ വിരലിനെയാണെന്ന് പറയുന്നത് ടോ എന്ന് പറയുന്നത്. അപ്പോൾ കാലിൽ ഇടിച്ചപ്പോൾ എന്ത് ചെയ്തു? yelled. yelled എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെടുക. She yelled when she hit her toe. hit എന്താണ്? അവിടുത്തെ രണ്ടാമത്തെ വേർബാണ്. The cat sat by the window. Cat sat by the window. sat ഇരിക്കുക. വിൻഡോയുടെ അടുത്ത് cat ഇരിക്കുന്നുണ്ട്. ഇരിക്കുക എന്നാണ് അടുത്ത വെർബാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സെന്റൻസസിനകത്ത് വേർബ്സ് ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഏതൊക്കെ ടൈപ്സ് ഓഫ് വേർബ്സ് നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ടൈപ്സ് ഓഫ് വേർബ്സ്. ഒന്നാമത്തേത് ആക്ഷൻ വേർബ്. എന്താണ്? ഒന്നാമത്തേത് ആക്ഷൻ വേർബ്സ്. രണ്ട് സ്റ്റേറ്റീവ് വേർബ്സ്, ട്രാൻസിറ്റീവ് വേർബ്സ്, ഇൻട്രാൻസിറ്റീവ് വേർബ്സ്, ലിങ്കിങ് വേർബ്സ്, ഹെൽപ്പിംഗ് വേർബ്സ് വിച്ച് ഇസ് ഓൾസോ നോൺ ആസ് ഓക്സിലറി വേർബ്സ്. നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ പഠിച്ചു. Modal verbs, regular verbs, irregular verbs, phrasal verbs, infinitives. അപ്പോൾ ഇത്രയും 11 നമുക്ക് വേർബ്സിന്റെ ടൈപ്സിലോട്ട് നമുക്ക് വേർബ്സിനെ ഡിവൈഡ് ചെയ്താലായിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയൊക്കെ വേർബ്സിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഒന്നാമത് നമ്മൾ പറഞ്ഞു എന്താണ്? ആക്ഷൻ വേർബ്സ്. ആക്ഷൻ വേർബ്സ് എന്താണ്? ഒരാളിന്റെ ആക്ഷൻ, ഒരു ചെയ്തി അല്ലെ, ഒരു കാര്യം ചെയ്യുകയാണ്. ഒരു വസ്തു അല്ലെങ്കിൽ ഒരു മനുഷ്യൻ, ഒരാള് അല്ലെങ്കിൽ ഒരു ആനിമൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണ്. മീൻസ് ആക്ഷൻ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന് എന്ത് പറയും? ആക്ഷൻ വേർബ്സ് എന്ന് പറയും. നോർമലി ഉള്ള വേർബ്സ് എല്ലാം എന്തായിരിക്കും? ആക്ഷൻ വേർബ്സ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഷീ ഈസ് സ്മൈലിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഓഡിയൻസ്. സി, അവിടെ എന്താണ് ആക്ഷൻ വെർബ്? സ്മൈലിംഗ്. അവൾ ചിരിക്കുന്നു. അവിടെ അവൾ ചിരിക്കുന്നു. ഇറ്റ്സ് ആൻ ആക്ഷൻ ഓഫ് ഹർ. അത് തന്നെയാണ് ദേ ആർ സെല്ലിംഗ് ദെയർ പ്രൊഡക്ട്സ്. അവർ എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ പ്രൊഡക്ട്സ് വിൽക്കുന്നുണ്ട്. വിൽക്കുക എന്താണ്? അത് അവർ ചെയ്യുന്നതാണ്. സോ ഇറ്റ് ഈസ് ദെയർ ആക്ഷൻ. അതിനാണ് ആക്ഷൻ വെർബ് എന്ന് പറയുന്നത്. ഹി അപ്പോളജൈസ്ഡ് ടു ദ ടീച്ചേഴ്സ്. അപ്പോളജൈസ്ഡ്. ഹി കെപ്റ്റ് ഹിസ് ബാഗ് ഹിയർ. ഹി ഈസ് സിറ്റിംഗ് നെക്സ്റ്റ് ടു യു. അപ്പോൾ ഇതെല്ലാം എന്താണ്? ആക്ഷൻ വേർബ്സിന് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ അത് പ്രത്യേകിച്ചൊന്നും ഇല്ല. എന്താണ്? ഒരാള് അല്ലെങ്കിൽ ഒരു ആനിമൽ എന്തെങ്കിലും എന്തോ ആയിക്കോട്ടെ, അവർ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണെന്ന് പറയുന്നത് ആക്ഷൻ വേർബ്സ് എന്ന് പറയുന്നത്. അടുത്തതാണ് സ്റ്റേറ്റീവ് വേർബ്സ്. രണ്ടാമത്തെ ടൈപ്പാണ് സ്റ്റേറ്റീവ് വേർബ്സ്. സ്റ്റേറ്റീവ് വേർബ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? We use stative verbs to describe things like qualities, states of existence, opinions, beliefs and emotions. ഒരാളിന്റെ, ഒരു സാധനത്തിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിന്റെ എക്സിസ്റ്റൻസ്, എങ്ങനെയാണ് അത് എക്സിസ്റ്റ് ചെയ്യുന്നത്, ഒപ്പീനിയൻ, ബിലീഫ്, ഇമോഷൻ, ഇതെല്ലാം വരുന്നത് ഇതൊക്കെയാണ് എന്തിൽ വരുന്നത്? സ്റ്റേറ്റീവ് വേർബ്സിനകത്ത് വരുന്നത്. When used in a sentence, stative verbs do not refer to actions. അപ്പം ഒരു സെന്റൻസിനകത്ത് യൂസ് ചെയ്യുമ്പോൾ സ്റ്റേറ്റീവ് വേർബ്സ് എന്ത് ചെയ്യില്ല? ആക്ഷന് റെഫർ ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ, ലവ്, സ്നേഹം. ലവ്, വാണ്ട്, ഓൺ, ഹാവ്, റിസംബിൾ, ഇതൊക്കെ എന്താണ്? സ്റ്റേറ്റീവ് വേർബ്സിന്റെ ആ വേർഡ്സിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അപ്പൊ ഈ സ്റ്റേറ്റീവ് വേർബ്സ് എങ്ങനെയൊക്കെ സെന്റൻസസിനകത്ത് വരും എന്നുള്ള കാര്യം നോക്കാം. ദ മാൻഷൻ ഹാസ് 5 bedrooms. ആ മാൻഷന് എന്തുണ്ട്? 5 bedroom ഉണ്ട്. Ali loves her younger sister. He loves. See, loves. അതെന്താണ്? ഇമോഷൻ ആണ് അല്ലേ? My car needs a wash. എൻ്റെ കാറിനൊരു വാഷ് വേണം.
I adore misty mornings. He agrees with her thoughts on the novel. She appears to be lost. She appears to be lost. I appreciate your understanding. See, avade has, loves, needs, adore, agrees, appears, appreciate ഇതെല്ലാം എന്താണ് stative verbs ന് examples ആണ്. Okay, അടുത്തതാണ് transitive verbs. A transitive verb is a verb that is accompanied by a direct object in a sentence. ഒരു direct object സെന്റൻസിൽ ഒരു direct object എന്ത് ചെയ്യണം അക്കമ്പനി ചെയ്യണം. ഈ ട്രാൻസിറ്റീവ് വെർബിനെ അക്കമ്പനി ചെയ്യണം. അത്രേ ഉള്ളൂ. ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും ട്രാൻസിറ്റീവ് വെർബ് ആയിരിക്കും. അപ്പോൾ ബോത്ത് ആക്ഷൻ ആൻഡ് സ്റ്റേറ്റീവ് വെർബ്സ് ക്യാൻ ഹാവ് ഡയറക്റ്റ് ഒബ്ജക്ട്സ്. നമ്മൾ നേരത്തെ പഠിച്ച ആക്ഷൻ ആൻഡ് സ്റ്റേറ്റീവ് വെർബ്സ് അറിയില്ലേ? ഈ രണ്ട് വെർബ്സിലും ഒബ്ജക്ട്സ് കൂടെ ഉള്ള ഡയറക്റ്റ് ഒബ്ജക്ട്സ് അവർക്ക് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ രണ്ട് ടൈപ്പ് ഓഫ് വെർബ്സിനെയും എന്തെന്ന് പറയാൻ പറ്റും? ട്രാൻസിറ്റീവ് വെർബ്സ് എന്ന് തന്നെ പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ജോൺ ate a delicious pepperoni pizza. അവിടെ ജോൺ ate എന്നുള്ളത് കഴിഞ്ഞിട്ട് എന്ത് വന്നു? a delicious subject verb object അതേ ഫോമിൽ തന്നെയാണ് വന്നേക്കുന്നത്. സബ്ജക്റ്റ് ആരാണ്? ജോൺ. സബ്ജക്റ്റ് ആരാണ്? ജോൺ. ate verb and delicious pepperoni pizza എന്ന് പറയുന്നത് എന്താണ്? ഒബ്ജക്റ്റ് ആണ്. അപ്പം അതെന്താണ്? ഒരു ഡയറക്റ്റ് ഒബ്ജക്റ്റ് അല്ലേ? അപ്പോൾ ഇത് ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ എന്താണ്? അത് ട്രാൻസിറ്റീവ് വെർബ് ആണ്. എന്ത്? ഈ ate എന്ന് പറയുന്നത് ഒരു ട്രാൻസിറ്റീവ് വെർബ് ആണ്. Okay, the wealthy man bought 3 paintings. The wealthy man bought, wealthy man ആണ് അവിടുത്തെ സബ്ജക്റ്റ്, ഇത് വെർബ് ആൻഡ് ഇത് ഒബ്ജക്റ്റ്. അത് കണക്ക് തന്നെ she ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്, hates വെർബ് ആണ്, broccoli ഒബ്ജക്റ്റ് ആണ്. അപ്പം നോർമലി വരുന്ന സെന്റൻസ് എല്ലാം നോർമലി ട്രാൻസിറ്റീവ് വെർബ്സ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്ന ട്രാൻസിറ്റീവ് വെർബ്സ് ഉള്ള സെന്റൻസസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ട്രാൻസിറ്റീവ് വെർബ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ കൂടെ എന്തുണ്ടാവും? ഒരു ഡയറക്റ്റ് ഒബ്ജക്റ്റ് സെന്റൻസിനകത്ത് തന്നെ ഉണ്ടാവും. അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് അടുത്ത ടൈപ്പ് ഓഫ് സെന്റൻസ് എന്തായിരിക്കും? ഇൻട്രാൻസിറ്റീവ് വെർബ്സ്. നേരത്തെ പഠിച്ച ട്രാൻസിറ്റീവ് വെർബ് ആണെങ്കിൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഇൻട്രാൻസിറ്റീവ് വെർബ്സ്. ഇൻട്രാൻസിറ്റീവ് വെർബ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ കൂടെ എന്തുണ്ടാവൂല? ഒരു ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉണ്ടാവില്ല. ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉണ്ടാവില്ല. അത് തന്നെയാണ് she grew. See, she grew. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടോ? ഒബ്ജക്റ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ അത് ഇൻട്രാൻസിറ്റീവ് വെർബ് ആണ്. ഗ്രൂ എന്നുള്ളത് ഇൻട്രാൻസിറ്റീവ് വെർബ് ആണ്. It rained. The car appeared. Joshua lied. My store opened. We talked. The girl sang. My teacher listened, etc. അപ്പൊ ഇതെല്ലാം എന്താണ്? ഇൻട്രാൻസിറ്റീവ് വെർബ്സിന് എക്സാമ്പിൾ ആണ്. ഇപ്പോൾ ഒരു സെന്റൻസിനകത്ത് വെർബ് ട്രാൻസിറ്റീവ് ആണോ ഇൻട്രാൻസിറ്റീവ് ആണോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? അത് വെർബ് മാത്രം കണ്ടാൽ പോരാ, എന്തുണ്ടാവണം? സെന്റൻസ് തന്നെ വായിച്ചു നോക്കണം. സെന്റൻസിനകത്ത് ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതെന്താണ്? ട്രാൻസിറ്റീവ് വെർബും. ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഇൻട്രാൻസിറ്റീവ് വെർബ്സും ആയിരിക്കും. ഓക്കെ, അടുത്ത ടൈപ്പ് ഓഫ് വെർബ് ആണ് ലിങ്കിങ് വെർബ്സ്. ലിങ്കിങ് വെർബ്സ് എന്ന് പറഞ്ഞാൽ ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, links അല്ലെ? ലിങ്കിങ് verbs are used to link a subject with a subject complement. എന്താണ്? ഒരു സബ്ജക്റ്റിനെ സബ്ജക്ട് കോംപ്ലിമെന്റുമായിട്ട് ലിങ്ക് ചെയ്യുന്നു. അതാണ് എന്ത്? ലിങ്കിങ് verbs. A subject complement describes or identifies the subject of a sentence or clause. അത് എങ്ങനെ ഏതൊക്കെ വേർഡ്സ് ആയിട്ടാണ് വരുന്നതെന്ന് നോക്കാം. be, become, seem, appear, grow ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ അതെന്താണ്? ലിങ്കിങ് വെർബ്സിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അപ്പൊ അതെങ്ങനെ ലിങ്കിങ് വെർബ്സ് എങ്ങനെയാണ് സെന്റൻസസിനകത്ത് വരുന്നതെന്ന് നോക്കാം. മൈക്ക് ഈസ് എ ഗ്രേറ്റ് ഡാൻസർ. ഈസ് എന്ന് പറയുന്നത് എന്താണ്? ബിയുടെ ഒരു ഫോം ആണ് അല്ലെ? മൈക്ക് ഈസ് എ ഗ്രേറ്റ് ഡാൻസർ. അവിടെ ഈസ് ആണ് എന്ത്? അവിടുത്തെ ലിങ്കിങ് വെർബ്. അടുത്ത ദാറ്റ് ഗോൾഡ് വാച്ച് ലുക്സ് എക്സ്പെൻസീവ്. അവിടെ ലുക്സ് ആണ് എന്ത്? അവിടുത്തെ ലിങ്കിങ് വെർബ്. അത്രേ ഉള്ളൂ. അടുത്ത ടൈപ്പ് ഓഫ് വെർബ് ആണ് ഹെൽപ്പിംഗ് വെർബ്സ്. ഹെൽപ്പിംഗ് വെർബ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്സിലറി വെർബ്സ്. അടുത്ത ടൈപ്പ് ഓഫ് വെർബ്സ് ആണ് ഹെൽപ്പിംഗ് വെർബ്സ് അല്ലെങ്കിൽ ഓക്സിലറി വെർബ്സ്. ഓക്സിലറി വെർബ്സ് നമ്മൾ പഠിച്ചു അല്ലേ? ക്വസ്റ്റ്യൻ ടാക്സ് പഠിച്ചപ്പോൾ ഓക്സിലറി വെർബ്സിനെ കുറിച്ച് പഠിച്ചു. വളരെ സിമ്പിൾ ആണ്. ഹെൽപ്പിംഗ് വെർബ്സ് ഓൾസോ നോൺ ആസ് auxiliary verbs are helpful verbs that work with other verbs to change the meaning of the sentence. സെന്റൻസിന്റെ മീനിങ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള വേർബ്സിന്റെ കൂടെ എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യുന്ന ആൾക്കാരെയാണ് എന്ന് പറയുന്നത് ഓക്സിലറി വെർബ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓക്സിലറി വെർബ്സ് എങ്ങനെ വരാം? ബി, ഹാവ്, ഡു, ക്യാൻ, വിൽ. ബിനകത്ത് വരുന്ന ആം, ഈസ്, ആർ, വാസ്, വെയർ, ഹാസ്, ഹാവ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ്, ക്യാൻ, കുഡ്, will, would, should ഇതൊക്കെയാണ് എന്ത് വരുന്നത്? ഓക്സിലറി വെർബ്സിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പൊ ഹെൽപ്പിംഗ് വെർബ്സ് ഒരു സെന്റൻസിനകത്ത് വരുമ്പോഴത്തേക്ക് അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. The musician has performed in
concerts all over the world. Musician has performed. Musician has performed. Our has and our auxiliary verb. My cat is getting slow in her old age. My cat is getting. Am is are. Alle. Our is ആണ് അവിടുത്തെ helping verb. അടുത്തത് cheetahs can run incredibly fast. Cheetahs can. Can എന്താണ് അവിടുത്തെ auxiliary verb ആണ്. Okay. അപ്പം am is are was were can could may might ഇതെല്ലാം വരുന്നത് എന്താണ് auxiliary verbs ആണ്. ഓക്കെ 24 auxiliary verbs ആണ് ഉള്ളത്. അപ്പൊ അടുത്ത ടൈപ്പ് ഓഫ് verbs ആണ് modal verbs. എന്തൊക്കെയാണ് modal verbs? മോഡൽ അല്ല modal ആണ്, ശ്രദ്ധിക്കണം. Modal verbs. Modal verbs are a subgroup of helping verbs that are used to give a sentence a specific mood. ഒരു സെന്റൻസിന് സ്പെസിഫിക് മൂഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സെന്റൻസ് അല്ലെങ്കിൽ വേർബ്സിനെയാണ് പറയുന്നത് modal verbs എന്ന് പറയുന്നത്. They can express concepts such as ability, necessity, possibility, permission, ഇങ്ങനെ ഏത് വേണമെങ്കിലും ആഡ് ചെയ്യാം, അവർക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇറ്റ്സ് ലൈക്ക് അതിലെന്ത് വരാം, ക്യാൻ, may, might, must, would, ഇതിൽ ഏത് വേണമെങ്കിലും അതിനകത്ത് modal verbsനകത്ത് വരാം. അപ്പം എന്തൊക്കെയാണ്? once you finish your homework you may play outside. ഹോംവർക്ക് കഴിഞ്ഞിട്ട് പുറത്തു പോയി കളിക്കാം. you may. See, you may. അടുത്തത് we must carefully add 2 eggs to the mixing bowl. അപ്പം must, we must do that എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം? we must do that. I would go to the movies if I wasn't busy working. I would go. See, അപ്പോൾ ഇതിനെയാണ് പറയുന്നത് modal verbs എന്ന് പറയുന്നത്. can, could, may, might, would, must ഇതൊക്കെയാണ് ഇതിൽ വരുന്നത് modal verbsനകത്ത് വരുന്നത്. അടുത്തത് regular verbs. എന്താണ് regular verbs? Regular verbs എന്ന് പറഞ്ഞാൽ the verb is considered a regular verb if its past tense form and past participle ends in ed or d. എന്ന് പറഞ്ഞാൽ ed, jumped, kick, അതൊക്കെ എന്താണ് ed-ലാണ് എൻഡ് ചെയ്യുന്നത്. or the verb is a t variant എന്നുവെച്ചാൽ t-യിൽ എന്ത് ചെയ്യും, എൻഡ് ചെയ്യും. വേരിയന്റ് verb ആണെങ്കിൽ അതിനെന്ത് പറയും? റെഗുലർ verbs എന്ന് പറയും. അപ്പം ജംപ് എന്തായി? ജംപ്ഡ് ആയി. സ്ലിപ്പ് എന്തായി? സ്ലിപ്ഡ് ആയി. ട്രൈ എന്തായി? ട്രൈഡ് ആയി. സ്ലീപ്പ് സ്ലെപ്റ്റ് ആയി. അത് പാസ്റ്റിലോട്ട് പോകുമ്പോൾ അത് സ്ലെപ്റ്റ് ആവും. ലെൻറ്റ് ലെൻറ്റ് ആയി. സി ഇത് ഈ ലാസ്റ്റ് ഈ സ്ലെപ്റ്റ് ഇല്ലേ, സ്ലെപ്റ്റ് ആൻഡ് ലെൻറ്റ് ആണ് ടി വേരിയന്റ് verbs എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പോൾ അവിടെ എന്താണ് ഒരു വേർഡിനെ, ഒരു വേർബിനെ പാസ്റ്റ് ടെൻസിലോട്ട് മാറ്റുമ്പോൾ അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ടെൻസിലോട്ട് മാറ്റുമ്പോൾ അതിന് ഇ ഡി അല്ലെങ്കിൽ ഡിയിൽ എൻഡ് ചെയ്യണം അല്ലെങ്കിൽ ടിയിൽ എൻഡ് ചെയ്യണം. അതിനെയാണ് എന്ത് പറയുന്നത്? റെഗുലർ verbs എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ചില വേർബ്സ് പാസ്റ്റിലോ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമിലോ നമ്മൾ എഴുതുമ്പോൾ അത് എൻഡ് ചെയ്യുന്നത് ഡിയിലോ ഇ ഡിയിലോ ടിയിലോ ആണെങ്കിൽ അതിന് എന്ത് പറയും? റെഗുലർ verbs എന്ന് പറയും. അപ്പോൾ റെഗുലർ verbsന് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. He walked 2 miles to the post office. He walked. We purchased all of the supplies that we needed for the camping trip. Tiffany had noticed something strange. See, ഇതെല്ലാം എൻഡ് ചെയ്യുന്നത് എന്തിനാണ്? ഡിയിലും ഇ ഡിയിലും ആണ്. സോ അതിന് എന്ത് പറയും? റെഗുലർ verbs എന്ന് പറയും. അപ്പോൾ എന്താണ് ഇറഗുലർ verb? ഇറഗുലർ verb എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസിൽ അല്ലെങ്കിൽ ഒരു വേർബിന്റെ പാസ്റ്റ് ടെൻസോ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമോ എടുക്കുമ്പോൾ അത് എന്തിൽ എൻഡ് ചെയ്യില്ല? ഇ ഡിയിലോ ഡിയിലോ എൻഡ് ചെയ്യില്ല. ആൻഡ് ഡസൻറ്റ് യൂസ് എ ടി വേരിയന്റ് യൂസ് ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ ഈറ്റ്. ഈറ്റ് എന്നുള്ളത് പാസ്റ്റ് ആകുമ്പോൾ എന്താവും? എയ്റ്റ് അല്ലെങ്കിൽ ഈറ്റൻ ആവും. അതുപോലെ തന്നെ ഫ്ലൈ പാസ്റ്റ് ആകുമ്പോൾ എന്താവും? ഫ്ലൂ അല്ലെങ്കിൽ ഫ്ലോൺ ആവും. അതുപോലെ തന്നെ അങ്ങനത്തെ വേർബ്സിനെയാണ് എന്ത് പറയുന്നത്? ഇറഗുലർ verbs എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് ഫ്രേസൽ verbs. ഫ്രേസൽ verbs വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. മിക്കവാറും PSC എക്സാംസിന് ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്. ഏതെങ്കിലും ഒരു സെന്റൻസ് തന്നിട്ട് അതിനകത്ത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചേർക്കാനായിരിക്കും. അതിൻ്റെ താഴെ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ നമ്മൾ എടുത്ത് എഴുതണം. ഫ്രേസൽ verbsന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാം ഒരേപോലെ ഇരിക്കും, സെയിം ആയിട്ടിരിക്കും. പക്ഷെ എന്താണ് ശരിക്കും അതിൻ്റെ മീനിങ് അതായിരിക്കണം എന്നില്ല. നമ്മൾ കാണുന്ന പോലെ അല്ലെങ്കിൽ വായിക്കുന്ന പോലെ ആയിരിക്കണം എന്നില്ല അതിൻ്റെ മീനിങ്. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. കറക്റ്റ് ആയിട്ട് ഫ്രേസൽ verbs അതിൻ്റെ മീനിങ്സ് പഠിക്കേണ്ടതുണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രേസൽ verbs എന്താണെന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഫ്രേസൽ verbs are combinations of a verb with prepositions and or adverbs that have a different meaning from the individual words
to use to form them. അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം phrasal verbsന്റെ. ആദ്യത്തേത് put up with. put up with. ഇതിനെ മൂന്നിനെ സെപ്പറേറ്റ് ആയിട്ട് നിർത്തിയാൽ കിട്ടാത്ത മീനിങ് ആണ് ഇതിനെ മൂന്നിനെ ഒന്നിച്ച് നിർത്തുക എന്ന് പറഞ്ഞാൽ സഹിച്ചു നിൽക്കുക, ടോളറേറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള മീനിങ് ആണ് ഈ put up withനുള്ളത്. രണ്ടാമത്തേത് talk down to. talk down to താഴ്ത്തി കെട്ടി സംസാരിക്കുക, അതിനെയാണ് talk down to എന്ന് പറയുന്നത്. അതേ മീനിങ് തന്നെയാണ്, പക്ഷേ ടോക്ക് ഡൗൺ എന്ന് പറയുന്നത് താഴോട്ട് നോക്കി സംസാരിക്കാനല്ല, താഴ്ത്തി കെട്ടി സംസാരിക്കുന്നതിനാണെന്ന് പറയുന്നത് talk down to. അടുത്തത് ലോക്കപ്പ്. ലോക്കപ്പ് അറിയാമല്ലോ, ലോക്കപ്പിൽ ഇടും എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, ടു ഇംപ്രിസൺ സംവൺ, അതിനെയാണ് ലോക്കപ്പ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് കട്ട് അക്രോസ്. കട്ട് അക്രോസ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് കയറി സംസാരിക്കുക, ഇടയ്ക്കൊന്ന് എൻ്റർ ചെയ്യുക, ഇതിനെയാണ് എന്ന് പറയുന്നത് കട്ട് അക്രോസ് എന്ന് പറയുന്നത്. അപ്പം phrasal verbs എന്താണ്? phrasal verbs വെർബിന്റെയും പ്രിപ്പോസിഷൻ അല്ലെങ്കിൽ ആഡ്വർബിന്റെയും ഒരു കോമ്പിനേഷൻ ആണ്. ഓക്കെ, അടുത്തതാണ് ഏറ്റവും അവസാനത്തെ ടൈപ്പ് ഓഫ് വേർബ് ആണ് ഇൻഫിനിറ്റീവ്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ടൈപ്പ് ഓഫ് വേർബ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ബട്ട് സ്റ്റിൽ ആൻ ഇൻഫിനിറ്റീവ് ഓഫ് എ വേർബ് ഇസ് ഐഡന്റിക്കൽ ടു ദ ബേസ് ഫോം ഓഫ് ദ വേർബ്. ബേസ് ഫോം, വേർബിന്റെ ബേസ് ഫോം ആണ് എന്ത്? ഇപ്പം പ്ലേയിങ് എന്ന് പറയുന്നതിന്റെ ഏറ്റവും ബേസ് ഫോം എന്താണ്? പ്ലേ ആണ് അല്ലേ? അതുപോലെ തന്നെ സ്വിമ്മിങ്, അതിന്റെ ബേസ് ഫോം സ്വിം ആണ്. അപ്പൊ ഇങ്ങനെ ബേസ് ഫോമിൽ ഏതെങ്കിലും ഒരു സെന്റൻസിനകത്ത് വന്നാൽ, ഫോർ എക്സാമ്പിൾ ടു പ്ലേ ഗിറ്റാർ, to play guitar in a rock band is my goal. To play, see അവിടെ to play, playing guitar അല്ല, അങ്ങനെയല്ല സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. To play guitar in a rock band is my goal. So അടുത്ത സെന്റൻസ് നോക്കാം. If you are looking for a best restaurants in the town, Louis is a person to ask. To ask. അപ്പോൾ ആസ്കിങ്ങിന്റെ ബേസ് ഫോം ആണെന്ത്? ആസ്ക്. അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്? ഇൻഫിനിറ്റീവ്സ് എന്ന് പറയുന്നത്. സി, മൂന്നാമത്തെ സെന്റൻസ് നോക്കാം. ദ റൈറ്റിംഗ് ഇൻ ദ ലെറ്റർ വാസ് ടു സ്മോൾ ടു സീ. ദ റൈറ്റിംഗ് ഇൻ ദ ലെറ്റർ വാസ് ടു സ്മോൾ ടു സീ. കാണുക എന്നുള്ളതിന്റെ ബേസ് ആണ് എന്ത്? സീ. സീയിങ് എന്നുള്ളതിന്റെ ബേസ് ആണ് സീ. അപ്പൊ അത് തന്നെയാണ് എന്ത്? ഇൻഫിനിറ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇങ്ങനെയുള്ള സെന്റൻസസിനകത്ത് ബേസ് ഫോംസ് ഓഫ് വേർബ്സ് കണ്ടു കഴിഞ്ഞാൽ അതിനെന്ത് പറയും? ഇൻഫിനിറ്റീവ്സ് എന്ന് പറയും. അപ്പൊ ഇത്രയാണ് വേർബ്സ് ആൻഡ് വേർബ്സിന്റെ ടൈപ്സ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുണ്ട്, എന്നാൽ അത്ര ഇമ്പോർട്ടൻ്റ് ഇല്ലാത്ത ടൈപ്സും ഉണ്ട്. അപ്പോൾ നമ്മൾ 11 വേർബ്സിനെ പറ്റിയിട്ടാണ് പഠിച്ചത്. ഒന്നാമത്തെ ആക്ഷൻ വേർബ്സ്, ആക്ഷനെ ഡിനോട്ട് ചെയ്യും. സ്റ്റേറ്റീവ് വേർബ്സ്, ട്രാൻസിറ്റീവ് വേർബ്സ്, ഇൻട്രാൻസിറ്റീവ് വേർബ്സ്, ലിങ്കിങ്, ഹെൽപ്പിംഗ്, മോഡാൽ വേർബ്സ്, റെഗുലർ വേർബ്സ്, ഇറഗുലർ വേർബ്സ്, phrasal verbs and infinitives. അപ്പോൾ പാർട്സ് ഓഫ് സ്പീച്ചിൽ മൂന്നാമത്തെ പാർട്ടായ ദ വെർബ് നമ്മൾ ഏതൊക്കെ ടൈപ്സ് ആണുള്ളതെന്ന് പറഞ്ഞു. ഇതിനകത്ത് കുറച്ച് ചില പാർട്സ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ എടുക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ ക്ലാസ്.